എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താണ് ചായയിൽ നമ്മള് ശർക്കര ഇട്ടിട്ടുണ്ടാവും. അതിനാൽ ചൊവ്വ പറഞ്ഞ ഒരു മണം. ചൊവ്വ പറഞ്ഞാലില്ല, ശർക്കര ഇട്ടിട്ടാണ് ശർക്കര ഇട്ടിട്ടാണ് ചൊവ വരുന്നത് എന്നാ. ശർക്കര നല്ലതല്ലേ? ശർക്കര ചായയിലിട്ട മരുന്നിന്റെ മണം വരുമോ? എന്നോട് ആരാ പറഞ്ഞതൊക്കെ? കേട്ടോ. പിന്നെ കുടിച്ചല്ലോ, ഒരു ഗ്ലാസ് പാല് കുടിച്ചല്ലോ, അപ്പൊ ചുവ ഒന്നും തോന്നിയില്ല? ഞാനും ഇതില് നോക്കിയപ്പോ എന്തിനു മൂന്നെങ്ങനെ ആക്കണ്? എന്റെ സ്വത്താണ്. മോന്റെ സ്വത്താരാ? മോന്റെ മുത്താരാ? മോന്റെ ചക്കര കുട്ടിയാരാ? മോന്റെ രാവിലെ നീച്ചിട്ട് കരയുന്ന കുട്ടിയാരാ? പറയ്. രാവിലെ നീച്ചിട്ട് പാട്ട് എന്തിനാ പാടിയുന്നത്? നീച്ചതോ? പാല് തന്നാൽ എന്റെ സ്വഭാവം മാറല്? അപ്പൊ പാല് തിളക്കൊന്നും വേണ്ടേ? അപ്പൊ പാല് വേഗണ്ടേ? ഇനി നാളെ സ്കൂൾക്ക് പോകുമ്പോ രാവിലെ നീച്ചിട്ട് കരഞ്ഞാണ്ടിട്ടാ. കറിയോ രാവിലെ? നല്ല കുട്ടിയായിട്ട് ഗുഡ് ഗേൾ ആയിട്ട് പോണം. ആരാ ഗുഡ് ഗേള്? എന്നിട്ട് രാവിലെ എന്തിനാ എന്നും നീച്ചുമ്പോൾ പാടണത്? ഇന്നലെ നല്ല സ്വഭാവമായിരുന്നു, ഇന്ന് രാവിലെ നീച്ചപ്പോൾ പാട്ടാണ്. ഇപ്പോൾ സ്വഭാവം നല്ല കുട്ടിയായി. ഇനി നാളെ നല്ല കുട്ടിക്കാരം കുറച്ച് കഴിയുമ്പോൾ മാറുമോ? മാറിയ കുത്തുഞ്ഞ് മുതക്ക് കുത്തി പരത്തും, ഇങ്ങനെ സമ്മന്തിയാക്കും. മാറൂല. നല്ല സ്വഭാവം, നല്ല കുട്ടിയാണ്. ചായയൊക്കെ കുടിച്ച് നമുക്കിന്ന് വെള്ളച്ചാട്ടം കാണാൻ പോണ്ടേ? മഞ്ഞില് നല്ല രസമല്ലേ കാണാന്? നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ആ വീട് വാങ്ങിയാലോ? ആ താത്താൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പെരുത്തുനിന്ന് കാണാം മഞ്ഞ്. ഈ വീടാ രസം, ആ വീടാ രസം? നമ്മളെ വീട് മതിയാ? നമുക്ക്? ഓക്കെ. നീ ചുമണ്ടാ? അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, രാവിലത്തെ തുടക്കമാണിത്. രാവിലെ മറിയൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒന്ന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ കുറച്ച് ചെയ്തിച്ച് അപ്പോൾ ചോറും കൂട്ടാനും വെക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മുളക് കിട്ടിയിരിക്കണ എരിവില്ലാത്ത. അപ്പോൾ നീ കറി ഉണ്ടാക്കുക, അപ്പോൾ ഒന്ന് വീഡിയോയിലൂടെ ചെയ്യുക, നിങ്ങൾ അറിയാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം കുറച്ച് തോന എണ്ണ ഒഴിച്ച് കൊടുത്തിക്കണ്. കുറച്ച് കടുക് ഇട്ടിട്ട്, കടുക് നല്ല പൊട്ടിയതിന് ശേഷം ഒരു 10-20 മുളക് എടുത്തിട്ടുണ്ട്. ഇത് തീരെ എരിവില്ല കേട്ടോ. നിങ്ങൾ എരിവുള്ള മുളക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത്ര മുളക് ഇടരുത്. ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളത്തെ അരിയൊക്കെ കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ മുളക് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് അരക്കാളത് അരച്ചിട്ട് വരാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആ മുളകിൽ. അതൊന്ന് ഇതാക്കട്ടെ. അരക്കാളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക്, ചെറിയ ജീരകം, ഇഞ്ചി, തേങ്ങ അത് അരച്ചിട്ട് നിൽക്കണം. ഇനി തൈരാണ്. ഇത് നല്ല പുളി ഇല്ലാത്ത കട്ടി തൈരാണ്. ഈ കറി കട്ടിയിൽ വേണം കേട്ടോ, വെള്ളം പോലെ പാടില്ല. കട്ടിയിൽ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് പുളി കുറവുള്ള തൈരാണ്. മുളക് നല്ല മൂത്തതിൻ്റെ ശേഷം നമുക്ക് ആ ഉള്ളി ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചിരുന്നല്ലോ, ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് എത്ര തോന്നിട്ടിട്ടും അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അതും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അത് മൂത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ നമ്മൾ നല്ല കലക്കി വെച്ച തൈര് ഒഴിക്കുക, അരച്ച തേങ്ങ ഒഴിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി ഇറക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കറി. അപ്പോൾ എല്ലാവരും അറിയാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ. ഇത് മിക്ക ആൾക്കാർക്കും അറിയാം, അറിയാത്തവരൊന്ന് വെച്ച് നോക്കുക.